I don't have any words to explain. ബെസിലിക്ക ഓഫ് ഓം ജീസസ് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധവും പുരാതനവുമായ ദേവാലയങ്ങളിൽ ഒന്നാണ് ബെസിലിക്ക ഓഫ് ബോം ജീസസ്. ഇന്ന് നമ്മൾ ഈ ദേവാലയത്തിൻ്റെ ചരിത്രത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഗോവയിലെ ബിഗ് ഫൂട്ട് എന്ന് പറയുന്ന ഒരു മ്യൂസിയത്തിലാണ്. ഇവിടെ ഈ മ്യൂസിയത്തിൻ്റെ പ്രത്യേകത ഇതിൽ ധാരാളമായിട്ട് പഴയ പോർച്ചുഗീസിൻ്റെ രീതിയിലുള്ള കെട്ടിടങ്ങളും അതേ മനോഹാരിത നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ കാഴ്ചകൾ എന്താണെന്ന് ഇനി വരുന്നവർക്ക് കൂടെ ഉപയോഗപ്പെടുന്ന രീതിയിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ബാൽജി, നമുക്ക് ഈ ഇത് ഗോവയിൽ ഏത് ഭാഗത്തായിട്ട് വരും? നോർത്താണോ സൗത്ത് ആണോ? ഇത് കൃത്യമായി പറഞ്ഞാൽ സൗത്ത് ഗോവ. നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു 10 കിലോമീറ്റേഴ്സിനുള്ളിൽ വരുന്ന ഒരു സ്പോട്ടാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം, അത്രയും നിയറസ്റ്റ് ആണ്. പിന്നെ ഇത് റെയിൽവേ സ്റ്റേഷൻ ഇത് ഡച്ചുകാരായിരുന്നോ അതോ പോർച്ചുഗീസായിരുന്നോ ഇതിൻ്റെ? ഇത് ഡച്ചുകാരുടെ ഇത് പോർച്ചുഗീസിൻ്റെ ആയിരുന്നു ഈ ഇതെല്ലാം. ഇത് മുൻകാലങ്ങളിൽ അവരുടെ കാലങ്ങളിലുള്ള എല്ലാ ശില്പികളും അതേപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇത് നമുക്ക് ഇതിൽ നിന്ന് കാണാം. ഇതിൽ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് 150 റുപ്പീസാണ് പെർ ഹെഡ്. സോ ദിസ് ഈസ് വൺ തിങ്. പിന്നെ ഇതാ കണ്ടോ, നമ്മൾ ഹാൻഡിക്രാഫ്റ്റ് സെൻറ്റേഴ്സ്, ബിഗ് ഫൂട്ട്, പഴയ രീതിയിലുള്ള കൊട്ടാരത്തിൻ്റെ പഴയ പോർച്ചുഗീസിൻ്റെ ഉള്ള സമയത്തുണ്ടായിരുന്ന അതിൻ്റെ കൃത്യമായ കഥ പറയുന്ന ഒരു ചെറിയൊരു പിന്നെ ഇവിടെ ഉണ്ട്. ഹാൻഡിക്രാഫ്റ്റ് സെൻറ്റർ. ഇതൊരു ഹാൻഡിക്രാഫ്റ്റ് സെൻ്ററാണ്. എല്ലാ ടൈപ്പുള്ള പഴയ കാലത്തുള്ള മാജിക് ലാമ്പുകളും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ശരി ശരി ശരി. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് കയറുന്ന സമയത്ത് നമുക്ക് ഇത് എടുക്കണം, ഫസ്റ്റ് ടിക്കറ്റ് എടുക്കണം. പിന്നെ അവർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മുടെ ടീം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. പോസ്റ്റ് ഓഫീസിൻ്റെ എടുത്തോ? പോസ്റ്റ് ഓഫീസിൻ്റെ പഴയ പോസ്റ്റ് ഓഫീസിൻ്റെ ഉള്ള മോഡലിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ പോസ്റ്റ് ഓഫീസ് ഇനി കാണാൻ പെട്ടെന്ന് ഇനി പറ്റില്ല അല്ലേ? പറ്റില്ല, നിർത്തിയാലോ? അതെ അല്ലേ? അങ്ങനെ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര പേര് ടിക്കറ്റ് എടുക്കുന്നുണ്ട്? നമ്മൾ 6 പേര് ടോട്ടൽ വരുന്നുണ്ട്. 6 മെമ്പേഴ്സ് ആർ. ഓക്കെ. അപ്പോൾ ബാൽജി, നമുക്ക് ടിക്കറ്റിന് എന്ത് റേറ്റ് വരുന്നുണ്ട്? ടിക്കറ്റ് വെറും 150 രൂപയേ ഉള്ളൂ പെർ ഹെഡ്. ഓക്കെ ഓക്കെ. അത് നമുക്ക് ഈ മ്യൂസിയം മൊത്തം കാണാനുള്ള ഇൻഫോർമേഷൻ ഇതിലുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇതിൽ കണ്ടോ, ബിഗ് ഫൂട്ട് എന്നാണ് ഇതിൻ്റെ മുഴുവൻ പേര്. ശ്രീത്ത് നമ്മളെ ലീഡ് ചെയ്യുന്നത്. ശ്രീത്തിന് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം. അപ്പോൾ വിജയേട്ടൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പൈസ കൊടുത്തു. 150 മാത്രം കൊടുക്കുന്ന ആള്, ബാക്കിയോ ടിക്കറ്റ് എല്ലാവർക്കും ഫുള്ള് എടുത്തു. ഓക്കെ. അതെ, നമ്മളിപ്പോൾ ഈ ടിക്കറ്റ് 150 രൂപ ടിക്കറ്റ് എടുത്തു. അപ്പോൾ പക്ഷേ വിഷ്വൽ എടുക്കുന്നെങ്കിൽ എത്ര അടയ്ക്കേണ്ടി വരും? 20 രൂപ എക്സ്ട്രാ അടയ്ക്കണം. ഓക്കെ. നമുക്ക് പറഞ്ഞ് കാണാം, സമയം കളയണ്ട. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറി. ഇപ്പോൾ ഇവിടെ കാണുന്നത് അവർ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓരോരോ ഉപകരണങ്ങളാണ്. അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് അതുപോലെ തന്നെ പല സംഗതികളും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ ഈ ഒരു ലേഡി അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വോയിസ് റെക്കോർഡിംഗ് ഉണ്ട്. നമ്മൾ പോയി കഴിഞ്ഞാൽ അത് പറയും, നമുക്ക് സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കാം. അവർ ക്ലിയർ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. നല്ലൊരു ഐഡിയ ആണ്. കാരണം ആ ഗൈഡ് ഒന്നും പറയുന്നില്ല, അതിന് പകരം അവിടെ നറേറ്റഡ് ഓഡിയോ വരും, ബാക്ക്ഗ്രൗണ്ടിൽ നല്ലൊരു മ്യൂസിക്കും ഉണ്ടാവും. നമുക്കത് കേട്ടുകൊണ്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? പിന്നെ ഒരു കാര്യമുള്ളത്, അതിൽ ഇംഗ്ലീഷിൽ പറയുന്നതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവും. മലയാളി ആയാലും എനി ലാംഗ്വേജ് പീപ്പിൾസ് മനസ്സിലാക്കാൻ വേണ്ടി അവരത് നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവർ പഴയ ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ആ മ്യൂസിയത്തിൽ. ആ പഴയ കാലങ്ങളെ ഓർക്കാനും അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനുള്ള കുട്ടികൾക്കും വളരെ ഉപകാരമായിരിക്കും. ഇതെന്ന് പറയുന്നത് ഒരു ലാൻഡ് ലോഡാണ്. ഈ നമ്മുടെ ലാൻഡ് ലോഡ് പറഞ്ഞ എന്താണ്? ലാൻഡ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തുള്ള എല്ലാ കാര്യങ്ങളും ഫിനാൻഷ്യലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അതായത് ഇവിടെയുള്ള എല്ലാ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷനും ചെയ്യുന്ന ആളാണ്. ആളാണ് ഇവിടെയാണ് അവരുടെ സ്ഥാനം പണ്ടുള്ളത്. ഓക്കെ ഓക്കെ. അതാണ് അത് കൃത്യമായിട്ട് അവർ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എഴുതിയ ഡെമോ, അത് ഡെമോ ആണ്. ഇതുപോലെ ആയിരിക്കും അവരുടെ ഇത് വരുന്നത് അല്ലേ? അതെ. നമ്മള് ഫോർട്ടിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കയറും തോറും ഉണ്ടല്ലോ, ആ ചരിത്രത്തിലേക്ക് ഇങ്ങനെ നമ്മൾ എത്തിക്കുകയാണ്. അവിടുത്തെ ആ സമയത്തുണ്ടായ കാര്യം. ഫിഷർമാൻ ആണ്. ഓക്കെ ഓക്കെ. മീൻ പിടിക്കുന്ന ആളാണ്. ശരി. ഇതാണ് ഫിഷ് പിടിക്കുന്ന ആള് ഈ പോർച്ചുഗീസിന് വേണ്ടിയിട്ട്. ശരി. ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓഡിയോ ഉണ്ട് കേട്ടോ അല്ലേ? അതായത് നമ്മളിങ്ങനെ ഇങ്ങനെ പല ഫോർട്ടുകളിലും അല്ലെങ്കിൽ മ്യൂസിയങ്ങളിലും പോകുമ്പോൾ നമ്മളവിടെ പോയി വായിച്ചു നോക്കണം. ഇവിടെ ഭയങ്കര എന്താ വെച്ച് കഴിഞ്ഞാലേ, ഇവിടെ അവര് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒരു ചെറിയൊരു എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് നമ്മളെ സഹായിക്കും. അപ്പൊ അതാണ് അത് നല്ലൊരു ടെക്നോളജിയാണ്. കാരണം നമ്മള് കേരളത്തിലെ മ്യൂസിയത്തിലും പോകുമ്പോൾ നമ്മൾ കണ്ടു അങ്ങനെ ഒരു ഇതില്ല, പറഞ്ഞു തരാനില്ല. അതെ.
നമ്മളത് വായിച്ചു നോക്കി മനസ്സിലാക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ബോറടിക്കില്ല. ഒരു മ്യൂസിക്കിലൂടെ അന്നത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. ഇത് മീൻ പിടിക്കാൻ പോകുന്ന വല, ആളുകൾ എങ്ങനെയാണ് അന്നത്തെ കാലത്ത് മീൻ പിടിക്കാൻ പോയത് എന്നുള്ളത് കാണിക്കുന്ന ഓർമ്മപ്പെടുത്തലാണ്. പക്ഷെ നമ്മളെ ഒരു ഫോർട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സത്യം ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. പക്ഷെ അന്ന് ആ കാലഘട്ടം മൊത്തം നാളികേരം ചെയ്യുന്ന ആളുകളുടെ സ്ഥലമാണ്. അപ്പോൾ ഇതിലാണ് ആൾക്കാർ നാളികേരം പൊതിക്കാനും പണ്ടത്തെ രീതിയിൽ ഒരു ദിവസം ഇതിന്റെ പ്രത്യേകത 800 നാളികേരം അവര് പൊതിക്കും. 800 coconuts a day. പക്ഷെ ഇത് ലൈക്ക് ശരിക്കും ഗോവ ഒരു കേരളത്തിന്റെ ഒരു നല്ലൊരു നമ്മളിപ്പോ കണ്ട ഈ വ്യാപാരം ചെയ്യുന്ന ഒരു സ്ത്രീയെ ഇങ്ങനെയാണ് പണ്ട് രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ. ഇതാണ് പണ്ടത്തെ ഒരു വീട്. ഇതൊരു വീടാണ്. അതെ, ഇത് പഴയ കാലത്ത് ഒരു വീടാണ്. അവർ അരി ഉണ്ടാക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ ഒക്കെ കാണിക്കുന്ന ഓർമ്മ ഉള്ള ഒരു വീടാണ്. പണ്ട് പുകവലിക്കുന്നുണ്ട് എങ്ങനെയാണത് അല്ലേ? പുകവലിക്കുന്ന എങ്ങനെ എന്തായാലും സ്ത്രീ ചോറോ അരി നെല്ല് ചേറുകയാണ്. നെല്ല് ഇതെല്ലാം കണ്ട നോക്ക്, ചെറിയ പിന്നെതാ ഒരു ഒലക്കൊക്കെ വെച്ചിട്ട് അല്ലേ പണ്ടത്തെ. ഇത് ശരിക്കും നമ്മുടെ വിജയേട്ടൻ അപ്പോഴേക്കും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി. അതെ, വിജയേട്ടൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ്. വിജയേട്ടനെ കാണാനില്ല. ഇതിനിടയ്ക്ക് ഒരു കോമഡി കാണിക്കുകയാണ്. നൈസായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിരോധിച്ചാണ്. പക്ഷെ ആ ഒരു പ്രോസസ് എങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കുക അങ്ങോട്ട്. എങ്ങനെയാണ് ആദ്യം ഡയറി, അതായത് ഇത് വരുന്ന കുട്ടികൾക്ക് വയറിളക്കം വരില്ലേ, അപ്പൊ കൊടുക്കേണ്ട സാധനം കാണാൻ. ഇത് പല്ലുവേദന, അതുപോലെ തന്നെ കേടുവന്ന പല്ല്, അങ്ങനത്തെ ഇൻഫെക്ഷൻ. ഫെനി എന്ന് പറയുന്നത് ഒരു മെഡിസിനാണ്. ഓ മൈ ഗോഡ്. അപ്പൊ നമ്മള് ചാരായി എന്ന് പറയുന്ന സാധനം ഒരു മെഡിസിൻ ആയിട്ടാണ് അന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ. 1605 പോർച്ചുഗീസ് ഭരണകാലത്ത് നിർമ്മിച്ച ഒരു അതിമനോഹരമായ പള്ളിയിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. ബസിലിക്ക ഓഫ് ബോം ജീസസ്. ഇത് ഗോവയിലെ ഏറ്റവും പുരാതനമായ 16-ാം നൂറ്റാണ്ടിലെ ഒരു ക്രിസ്ത്യാനി ദേവാലയമാണ്. ഇവിടെ ഞായറാഴ്ചകളിൽ കുർബാനകളും അതുപോലെ തന്നെ അതിൻ്റെ അവരുടേതായിട്ടുള്ള പ്രാർത്ഥനകളും നടക്കുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു പ്രത്യേക ദിവസം ഇതിൻ്റെ ഉത്സവങ്ങളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ടൂറിസ്റ്റുകാരും അന്ന് വളരെ തിരക്കാണ്. ആ സമയത്തൊക്കെ ഇവിടുത്തെ ഉത്സവങ്ങളെല്ലാം നടക്കുന്നു. പിന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് പോർച്ചുഗീസുകാരാണ്. അന്നത്തെ കാലത്ത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പഴക്കമേറിയ ദേവാലയമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ ഇതിലുണ്ട്. 1594 നിർമ്മാണം ആരംഭിച്ച ഈ ദേവാലയം പോർച്ചുഗീസ് ശില്പകലയുടെ അതുല്യ ഉദാഹരണമാണ് അല്ലേ? അതെ. ശരിക്കും പറയുകയാണെങ്കിൽ ഗോവയിൽ ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ ആ ഒരു വ്യാപനത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്കുവഹിച്ച ഒരു ജ്യൂസിറ്റ് മിഷൻ്റെ ഒരു മഹത്തായ അടയാളമായിട്ടാണ് ഇത് നമ്മൾ കണക്കാക്കുന്നത്. ദേവാലയത്തിൻ്റെ ചുമരുകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിശക്തമായ കരിങ്കല്ല് കൊണ്ടാണ്. അതുപോലെ തന്നെ വളരെ ലളിതമായ പോർച്ചുഗീസ് യൂറോപ്യൻ ശൈലിയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് പോലും ഈ ദേവാലയത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഭാരം കുറഞ്ഞ സിമെട്രിക്കൽ ഡിസൈൻ കാരണമാണ്. ഇതിൻ്റെ അകത്തളത്തിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വർണം കൊണ്ട് മിനുക്കിയ പ്രധാന ആൾട്ടാറാണ് ഇതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതുകൂടാതെ ഇതിൽ സെയിൻറ്റ് ഇഗ്നീഷ്യസ് ഓഫ് ലോയാല, ജീസസ് ക്രൈസ്റ്റ്, സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ എന്നിവരുടെ ശില്പങ്ങളും നമുക്ക് ഇതിലൂടെ നടന്നു പോകുമ്പോൾ കാണാം. അപ്പോൾ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ ശവകുടീരം. ഈ ദേവാലയത്തിൻ്റെ ആത്മാവാണ് സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ അല്ലേ? അതെ തീർച്ചയായിട്ടും. അപ്പം നമ്മൾ കണ്ട സമയത്തൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു പ്രത്യേക ദിവസം മാത്രമേ അത് വെളിയിലേക്ക് എടുക്കുള്ളൂ. അപ്പോൾ മൃതശരീരം ഒരു വെള്ളിയിൽ അലങ്കരിച്ച് ശവകുടീരത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതെ. അതുപോലെ ശവകുടീരം ഇറ്റലിയിൽ നിർമ്മിച്ച് ഗോവയിലേക്ക് കൊണ്ടുവന്നാണ്. അപ്പോൾ നമ്മുടെ ശരീരം സ്വാഭാവികമായും നശിക്കാതെ നിൽക്കുന്നതായിട്ട് അതിൻ്റെ വിശ്വാസം. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശരീരം ഒരു കേടുപാടും കൂടാതെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും. അതെ, ഇതൊരു അത്ഭുതമാണ് ശരിക്കും. അതാണ് നമ്മൾ എന്തിനെ കുറിച്ച് ചോദിക്കുമ്പോഴും ഇതിന്റെ പ്രത്യേകത പറയുന്നത് ഡെഡ് ബോഡി ചെയ്യാതെ അതേപോലെ ഇരിക്കണമെന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിൽ വർഷത്തിലൊരിക്കൽ ഇതിൻ്റെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് എക്സിബിഷൻ നടക്കുന്നുണ്ട്. ഈ വേളയിലാണ് മൃതദേഹം പൊതുജനങ്ങൾക്ക് അടുത്തു നിന്ന് കാണാനുള്ള അവസരം. അതായത് ഈ എക്സിബിഷൻ നടക്കുമ്പോൾ ഈ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നമുക്ക് അടുത്തു നിന്ന് കാണാനും പ്രാർത്ഥിക്കാനൊക്കെ ഒരു അവസരം ലഭിക്കുന്ന അന്നാണ്. അതുപോലെ ഈ പള്ളിയുടെ മറ്റു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ആകൃതിയിലുള്ളതാണ്. അതായത് ഒരു ക്രോസ് ആകൃതിയിലാണ് ഈ പള്ളിയുടെ ഫുൾ നിർമ്മാണം വന്നിരിക്കുന്നത്.
പിന്നെ പള്ളി ഭയങ്കരമായിട്ട് പീസ്ഫുള്ളാണ്. അതുപോലെ തന്നെ നല്ല ശാന്തമായിട്ട് നമുക്ക് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പള്ളിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ ഇതിൻ്റെ സമീപത്ത് പ്രശസ്തമായ സെൻറ്റ് കത്തീഡ്രൽ, സെൻറ്റ് അഗസ്റ്റിൻ ടവർ എന്നിവയും ഇതിൽ നമ്മൾ കാണാൻ പറ്റും. അതൊരു ഭയങ്കര രസമുള്ള കാഴ്ച. ഇതിൽ എപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്ന സമയം അവർ പറഞ്ഞത്? ഇതിൻ്റെ സാധാരണ ഒരു വിസിറ്റിംഗ് സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 വരെയാണ്. പിന്നെ ഇതിൽ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചുറ്റും മരങ്ങളുള്ളത് കൊണ്ട് പുറമെ ഭയങ്കര ചൂടാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൂളിംഗ് അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാമറ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്ത് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാമെങ്കിലും ഉള്ളിലെ കാഴ്ചകളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ല. ആരും മിസ് ചെയ്യാതെ ഈ പള്ളിയിൽ പോവുക. അതിൻ്റെ സൗന്ദര്യം പോർച്ചുഗീസ് കാലഘട്ടങ്ങളിൽ അവർ നിർമ്മിച്ച 400 വർഷം പഴക്കമുള്ള ഒരു വലിയൊരു ക്രിസ്ത്യൻ ദേവാലയം നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രവീൺ, എങ്ങനെ തോന്നി? ഈ ബോം ജീസസ് ആണ് എന്നെ ഏറ്റവും അതിശയപ്പെടുത്തിയ ഒരു വാക്ക്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർച്ചുഗീസ് ഭാഷയിൽ നല്ല യേശു അല്ലെങ്കിൽ ഹോളി ജീസസ് എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ പേരിൻ്റെ അതാണ് ബോം ജീസസ് എന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് അതിന് ബോം ജീസസ് എന്ന് പറയുന്നത് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഇതിൻ്റെ ശില്പകല എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇതിൻ്റെ ശില്പകല നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് നമുക്കിതിനെക്കുറിച്ച് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ശില്പകലയെക്കുറിച്ചൊക്കെ നമ്മളിവിടെ ആധികാരികമായി അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ബറോക്ക് ശൈലിയിലെ ശില്പകലയാണെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു നമ്മൾ ഈ നമ്മുടെ കേരളത്തിലൊന്നും കാണാത്ത ഒരു ശില്പകലയാണത് ബറോക്ക് എന്ന് പറയുന്നത്. ഇതിൽ 10 വർഷം കൂടുമ്പോൾ തുറക്കുകയും ആ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. അതെ, 10 വർഷം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് 10 വർഷം കൂടുമ്പോൾ മാത്രമാണ് ഈ സെൻറ്റ് സേവിയറിൻ്റെ ശവകുടീരം കാണാൻ നമുക്കൊരു അവസരം ലഭിക്കുന്നത്. ഗ്രേറ്റ്. അപ്പോൾ ഇതൊരു നമുക്ക് വണ്ടർഫുൾ അല്ലേ? ലോകത്ത് തന്നെ അത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. അതെ അതെ. പ്രവീണോ? ഞാനും അതെ. ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ വന്നപ്പോഴാണ് ആദ്യത്തെ അനുഭവമായിരുന്നു. 1605 നിർമ്മിച്ച ഈ ദേവാലയം യുനെസ്കോ ലോക പൈതൃക സെറ്റായി അംഗീകരിച്ചിരിക്കുന്നു. മൈ ഗോഡ്. അത് നമ്മുടെ ഇന്ത്യയിലാണെന്ന് പറയുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും വളരെ അഭിമാനിക്കാവുന്നതാണ്. ശരിയാണ്. അപ്പോൾ നമ്മൾ ഇത് ഓരോ വീഡിയോ നമ്മൾ ഓരോ ഭാഗത്ത് പോയി ചെയ്യുമ്പോഴും അത്രയും സന്തോഷത്തോടു കൂടി നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ തരുന്ന ഓരോരുത്തരുടെ സപ്പോർട്ടും കമൻസും അതുപോലെ തന്നെ ഫോണിൽ വഴിയും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലിടുന്ന ആ ഒരു നിങ്ങളുടെ അപ്രീസിയേഷനാണ്. തുടർന്നും ഞങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ എടുക്കാനുള്ള പ്രചോദനം ഇത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഇന്നത്തെ ബസിലിക്ക ഓഫ് ബോം ജീസസിൻ്റെ ഈ ചരിത്ര നാളിലൂടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഇതുപോലുള്ള വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവരേക്ക് ബൈ.